PSC aspirants, welcome back to another study vlog. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല, PSC സ്റ്റഡി വ്ലോഗ് തന്നെയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ദിവസം പഠിച്ചു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ കുറച്ച് ടിപ്സും. രാവിലെ ഒരു ലേറ്റായിട്ടാണ് എണ്ണീറ്റത്, അതുകൊണ്ട് തന്നെ പഠിക്കാനും കുറച്ച് ലേറ്റായി. ഒരു 8 മണി 8:30 ആയപ്പോൾ ഇരുന്നു. രാവിലെ തന്നെ റിവിഷനാണ് ചെയ്തത്. എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മൾ പുതിയ ടോപ്പിക് എടുത്ത് വെച്ച് പഠിക്കാൻ നമ്മുടെ മനസ്സിങ്ങനെ പ്രേരിപ്പിക്കും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. റിവിഷൻ ചെയ്തിട്ട് തന്നെ പുതിയ ടോപ്പിക് എടുത്ത് വെച്ച് പഠിക്കുക. എങ്കിലേ നമുക്ക് ഒരു എക്സാം വരുമ്പോൾ അതിൽ കട്ട് ഓഫ് കടക്കാനും മാർക്ക് കൂടുകയും ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓരോ ടോപ്പിക്ക് പുതിയതായിട്ട് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ടൈം എടുത്ത് പഠിച്ച ടോപ്പിക്സ് വേസ്റ്റായി പോകത്തില്ലേ. അപ്പം നമ്മൾ അത്രയും ടൈം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, വേസ്റ്റായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും റിവിഷൻ ചെയ്യുക. ഇന്ന് ഞാൻ പഠിച്ചത് തൊഴിൽ വാർത്ത, PSC ബുള്ളറ്റിൻ, കറണ്ട് അഫേഴ്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെന്താ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ തൊഴിൽ വാർത്തയിൽ നമുക്ക് ഒരു കുഞ്ഞ് ഗൈഡ് കിട്ടത്തില്ലേ, അതിനകത്ത് കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു, അതും പഠിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് ഒരുപാട് സമയം എടുത്തിട്ടല്ല, ഞാൻ ഓരോ ടോപ്പിക്സും ഡിവൈഡ് ചെയ്ത് ഇന്ന സബ്ജക്റ്റ് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ പഠിക്കും. ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫിയിലെ ഇന്ന ടോപ്പിക്ക്, ജോഗ്രഫിയുടെ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ 10 മണി തൊട്ട് 12 മണി വരെ, 2 hours ആണോ 1 hour ആണോ ഓൺലി 3 hours ആണെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കുന്ന ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഫുൾ ഡേ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഞാൻ ഹിസ്റ്ററി തീർക്കും, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് അങ്ങനെ പഠിക്കാൻ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എല്ലാ സബ്ജക്റ്റിനകത്തോട്ടും നമ്മൾ ടച്ച് ചെയ്ത് പോവുക. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫേഴ്സ്, ഈ 4 സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഏറ്റവും തോനെ മാർക്ക് കിടക്കുന്ന ഈ ഭാഗത്താണ്. പിന്നെ മാത്സിന് ഇപ്പം എല്ലാവർക്കും, ഇപ്പോൾ PSC പഠിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും, ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ് ഏറ്റവും മനസ്സിലാവുന്നത്. എനിക്ക് ഒട്ടും മാത്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും മനസ്സിലാവാത്ത ഒരാളാണ് ഞാൻ. എത്ര പഠിച്ചാലും തലയിൽ കയറത്തില്ല. സാറിൻ്റെ ക്ലാസ് കണ്ടതിന് ശേഷമാണ് കുറച്ചെങ്കിലും എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായത്. അപ്പം നിങ്ങൾക്കും ഞാനത് പ്രൊമോട്ട് ചെയ്ത് തരും. അപ്പം ഞാൻ പറഞ്ഞത്, സമയം ഡിവൈഡ് ചെയ്ത് ഓരോ സബ്ജക്റ്റിനും കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നേ. ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. പിന്നെ എണ്ണീറ്റ് കഴിഞ്ഞാൽ ഒരു കിളി പോയ ഒരവസ്ഥയാണ്. പിന്നെ അതിനകത്തോട്ട് കയറി വരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങാറില്ല. ചെറിയ നാപ്പൊക്കെ എടുക്കും. നാപ്പ് എടുക്കുന്നത് നല്ലതാണെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. പിന്നെ അതുപോലെ തന്നെ ഞാൻ 30 മിനിറ്റ് ടൈമർ വെച്ചിട്ടാണ് പഠിക്കുന്നത്. അതിനെയും കൂട്ടണം. അപ്പോൾ 30 മിനിറ്റ് കറക്റ്റ് കഴിയുമ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കാറുണ്ട്. അപ്പോൾ പോമഡോറോ ടെക്നിക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയേ. ഇത് PYQ ബുക്കാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ലൊരു ബുക്കാണ് ഇത്. എക്സ്പ്ലനേഷനും ഒരുപാട് ക്വസ്റ്റ്യൻസ്, 150 ക്വസ്റ്റ്യൻസ് എന്തോ ഉണ്ട് ഈ ഒരു ബുക്കിൽ. അപ്പം അത് നല്ലൊരു ടെക്സ്റ്റാണ്, ഞാൻ പ്രൊമോട്ട് ചെയ്യും. എല്ലാവരും വാങ്ങി ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. പിന്നെന്താ, നമുക്ക് ഇനി വരാനുള്ള നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ എക്സാംസ് എന്ന് പറയുന്നത് കമ്പനി ബോർഡ്, LGS, VFA, ബെപ്കോ LD. അതിൽ കമ്പനി ബോർഡ് LGSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന പോസ്റ്റാണ്, പറയാതെ തന്നെ അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ തൊഴിൽ വാർത്തയുടെ ടോപ്പിക്കാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓരോ ദിവസവും ഞാനിങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരികയാണ്, ഗ്യാപ്പൊന്നും വരാതെ. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക, എങ്കിലും നമുക്ക് നല്ലൊരു പോസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. നൈറ്റ് ഒരു 9 വരെയൊക്കെ ഞാൻ ഇരിക്കാറുള്ളൂ. 4.5 മണിക്കൂർ ഞാൻ പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഡു സബ്സ്ക്രൈബ് ആൻഡ് ബൈ ബൈ ഗൈസ്.